Okay. ഞാനൊരു Reno8 Proയുടെ ഒരു അൺബോക്സിംഗ് വീഡിയോയിലായിരുന്നു. I will call you back. Okay. Hi everyone, it's me Abnash. I hope you all are safe and healthy. ആർട്ടിനും ഇന്നോവേഷനും ടെക്നോളജിക്കും ഒരുപോലെ പ്രാധാന്യം നൽകിയിട്ടുള്ള ഡിവൈസ് സീരീസുകളാണ് റെനോ സീരീസ് എന്ന് പറയുന്നത്. പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും ഒരുപോലെ ഇമ്പോർട്ടൻസ് നൽകിയിരുന്ന പ്രോഡക്റ്റ് ആണ് Reno 7 Pro എങ്കിൽ ഇന്ന് ഒപ്പോ തന്നെ സെൽഫ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള മാരി സിലിക്കോൺ എക്സ് എന്ന് പറയുന്ന ന്യൂറൽ പ്രോസസിംഗ് യൂണിറ്റ് യൂസ് ചെയ്തിട്ടുള്ള സെഗ്മെന്റ് ഫസ്റ്റ് സ്മാർട്ട് ഫോൺ ആണ് ഒപ്പോ Reno8 Pro. സോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ Reno8ഉം 8 Proയും ഒരുപോലെ തന്നെ അൺബോക്സ് ചെയ്യാൻ പോകുന്നു. സോ ഇറ്റ്സ് എ ഡബിൾ ധമാക്ക. വിതൗട്ട് വേസ്റ്റിംഗ് ദ ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. Reno8 Pro ക്യാമറയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള സീരീസുകളാണ് Reno സീരീസ് എന്ന് പറയുന്നത്. ഈ ഒരു മോഡലിനും അതുപോലെ തന്നെയാണ് ക്യാമറയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഈ ഒരു ഡിവൈസ് എനിക്ക് യൂസ് ചെയ്യാൻ കിട്ടിയപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് ഇതിന്റെ അപ്പിയറൻസ് പാർട്ട് തന്നെയാണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ സ്ലിമ്മസ്റ്റ് Reno സീരീസ് മെയ്ഡ് ബൈ ഒപ്പോ. ഒപ്പോ ഇന്നേ വരെ മാനുഫാക്ചർ ചെയ്തതിൽ ഏറ്റവും സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആണ് Reno8 Pro എന്ന് പറയുന്നത്. അപ്പിയറൻസ് പാർട്ടിൽ തന്നെ ഏറ്റവും ആദ്യം പറയേണ്ടത് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്ട്രീംലൈൻഡ് യൂണിബോഡി ഡിസൈനെ പറ്റിയാണ്. ക്യാമറ മൊഡ്യൂളിനും റിയർ ഡിസൈനും ഇടയിലായി ഒരു കണ്ടിന്യൂസ് വൺ പീസ് ആർക്കാണ് നൽകിയിരിക്കുന്നത്. ഹൊറിസോണ്ടലി ആണെന്നുണ്ടെങ്കിലും വെർട്ടിക്കലി ആണെന്നുണ്ടെങ്കിലും ഹോൾഡ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു കണ്ടിന്യൂസ് ആർക്കിലായിരിക്കും നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ പ്ലേസ് ചെയ്യപ്പെടുക. അതുകൊണ്ട് തന്നെ ഏറ്റവും കംഫർട്ടബിളി ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡിവൈസ് ആണ് Reno8 Pro. ഇന്ന് വരെ ഇറങ്ങിയത് ഏറ്റവും സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള Reno സീരീസ് ഫോൺ ആണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ എത്രമാത്രം സ്ലിമ്മസ്റ്റ് ആണെന്ന് അറിയണ്ടേ? ഇറ്റ്സ് ജസ്റ്റ് 7.34 mm തിന്നർ ആൻഡ് 183 gram weighted. So it's genuinely a masterpiece. So നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും, Reno സീരീസിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് നൽകുന്ന ഇതിന്റെ ക്യാമറയ്ക്കല്ലേ, എന്തുകൊണ്ടാണ് ക്യാമറ പാർട്ടിനെ പറ്റി പറയാത്തത് അല്ലെ? അത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് അപ്പിയറൻസ് പാർട്ടിനെ പറ്റി പറയണമെന്ന് തോന്നി. രണ്ടാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാമറയെ പറ്റി തന്നെയാണ്. ഒപ്പോ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ക്ലാസിക് ക്യാമറ മൊഡ്യൂൾ ആണ്. ഏറ്റവും നീറ്റ്ലി വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു ബിഗർ ക്യാമറ മൊഡ്യൂൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഏറ്റവും ഹ്യൂജ് ആയിട്ടുള്ള സെൻസേഴ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ബിഗർ സെൻസേഴ്സ് മീൻസ് ബെറ്റർ ക്വാളിറ്റി. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈകളിലാണെന്നുണ്ടെങ്കിലും ടേബിളിലാണെന്നുണ്ടെങ്കിലും ഈസിലി റെക്കഗ്നൈസ് ചെയ്യാൻ പാകത്തിനുള്ള, അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും ഐ ക്യാച്ചി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ക്യാമറ മൊഡ്യൂളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു അപ്പിയറൻസ് പാർട്ടിനെക്കാട്ടിലും ഉപരി ഇതിലുള്ള ക്യാമറ അഡ്വാൻസ്മെന്റിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ഒപ്പം തന്നെ സെൽഫ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള മാരി സിലിക്കോൺ എക്സ് എന്ന് പറയുന്ന 6 നാനോമീറ്ററിന്റെ ഇമേജിംഗ് NPU ആണ് ഈ ഒരു ഡിവൈസിൽ നൽകിയിരിക്കുന്നത്. മാരി സിലിക്കോൺ എക്സും SoCയും ചേർന്നിട്ടുള്ള റിയൽ ടൈം ലോസ്ലെസ് റോ പ്രോസസിംഗ് ഫുട്ടേജ് ആയിരിക്കും ഈ ഒരു ഡിവൈസിലൂടെ നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ 4K അൾട്രാ HDR വീഡിയോസും 4K അൾട്രാ നൈറ്റ് വീഡിയോസും നമുക്ക് ഈ ഒരു ഡിവൈസിലൂടെ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിന്റെ പെർഫോമൻസിനെ പറ്റിയായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഡിവൈസിൽ നൽകിയിരിക്കുന്നത് MediaTekന്റെ 3.5 GHz ക്ലോക്ക് ചെയ്തിരിക്കുന്ന Dimensity 8100 Max എന്ന് പറയുന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസറാണ്. 5 നാനോമീറ്റർ ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു പ്രോസസർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. 8,20,000 മുകളിലാണ് ഇതിന്റെ AnTuTu ബെഞ്ച്മാർക്ക് സ്കോർ. MediaTek പറയുന്നതനുസരിച്ച് പഴയ MediaTekന്റെ പ്രോസസറിനെ അപേക്ഷിച്ച് 12% CPU പെർഫോമൻസ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. അത് കൂടാണ്ട് തന്നെ 12 GB റാമും പ്ലസ് 7 GB റാം എക്സ്പാൻഷനും 256 GB ഇന്റേണൽ മെമ്മറി കൂടി ആവുമ്പോൾ ഓൾ അറൌണ്ട് പെർഫോമൻസ് വിൽ ബി ഓൺ ദ ഹയർ സൈഡ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു മൾട്ടി ടാസ്കിങ്ങും ഗെയിമിംഗ് എക്സ്പീരിയൻസും കസ്റ്റമർക്ക് ഈ ഒരു മോഡലിലൂടെ ലഭിക്കും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഡിവൈസിന്റെ പെർഫോമൻസ് പാർട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. കാരണം 12 GB റാം ഉണ്ട്, അതുപോലെ തന്നെ പെർഫോമൻസിന് വേണ്ടി 8100 പ്രൊസസർ നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡിവൈസിന്റെ ചാർജിംഗ് കേപ്പബിലിറ്റീസിനെ പറ്റിയാണ്. ഈ ഒരു ഡിവൈസിൽ 80 വാട്ടിന്റെ SUPERVOOC ചാർജർ ആണ് നൽകിയിരിക്കുന്നത്. Find X5 Proയ്ക്ക് ശേഷം ഒപ്പോ ഈ ഒരു ഡിവൈസിലേക്കാണ് 80 വാട്ടിന്റെ ചാർജിംഗ് ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. വെറും 11 മിനിറ്റ് കൊണ്ടാണ് 0 to 50% ചാർജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 0 to 100% ചാർജ് ചെയ്യുന്നത് വെറും 35 മിനിറ്റിലാണ്. എനിക്കറിയാം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ്, അല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബിലെ ഷോർട്സ്, ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് പോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിവൈസിൽ 120 Hz ഹയർ റീഫ്രഷ് റേറ്റ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നേ വരെ ലോഞ്ച് ചെയ്തതിൽ ഏറ്റവും ഫ്ലൂയിഡ് റെസ്പോൺസീവ് ആയിട്ടുള്ള ഡിവൈസ് ആണ് Reno8 Pro. So what do you think? എങ്ങനെയുണ്ട് പ്രോഡക്റ്റ്? ഓൾ ഓവർ പെർഫോമൻസിന്റെയും അപ്പിയറൻസിന്റെയും ഒരു ഫ്ലൂയിഡ് കോമ്പിനേഷൻ ആണ് Reno8 Pro എന്ന് പറയുന്നത്. So that's it for Reno8 Pro. No, തീർന്നിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് എ ഡബിൾ ധമാക്ക. Reno8 is still waiting. Let's reveal it. Well, ഇതാണ് ട്രെൻഡിങ് ന്യൂ ആൻഡ് അട്രാക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ Reno8 5G. സോ ഈ ഒരു പെർഫോമൻസ് റിച്ച് സ്മാർട്ട് ഫോണിന്റെ ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് കിടക്കാൻ പോകുന്നത്. സോ ഒരു സ്ട്രീംലൈൻഡ് യൂണിബോഡി ഡിസൈൻ തന്നെയാണ് ഇതിലേക്കും ഒപ്പോ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. 2.5D ഫ്ലാറ്റ് എഡ്ജ്ഡ് ഡിസൈൻ പാറ്റേണിനോടൊപ്പം തന്നെ ഒരു സ്ട്രീംലൈൻഡ് യൂണിബോഡി ഡിസൈൻ യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ക്യാമറ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് ആണ്.
So currently in the Reno8 5G തന്നെ shimmer gold color ആണ്. ഈ ഒരു കളറിൽ OPPO glow effectനോടൊപ്പം തന്നെ dual texture dual coating പ്രോസസ്സ് കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു റിച്ചർ ടെക്സ്ചറും അതുപോലെ തന്നെ ഏതൊരു ആംഗിളിൽ നിന്നും വിവിഡ് കളർ വേരിയേഷൻസും ആയിരിക്കും ലഭിക്കുക. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രീമിയം അപ്പിയറൻസ് ആയിരിക്കും Reno8 5Gയിലൂടെ നമുക്ക് ലഭിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പ്രോഡക്റ്റിന്റെ അപ്പിയറൻസ് പാർട്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. രണ്ടാമതായി എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത ഒരു ഫീച്ചർ ഞാൻ പറയാം, ഇതിന്റെ പെർഫോമൻസ് പാർട്ട് തന്നെയാണ്. ഇതിൽ നൽകിയിരിക്കുന്നത് മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 1300 എന്ന് പറയുന്ന 6 നാനോമീറ്റർ ഫാബ്രിക്കേഷൻ ഉള്ള പ്രോസസ്സറാണ്. നേരത്തെ Reno7 Proയിൽ യൂസ് ചെയ്തിരുന്നത് മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 900 എന്ന് പറയുന്ന പ്രോസസ്സർ ആയിരുന്നു. ആ ഒരു പ്രോസസ്സറിനെ അപേക്ഷിച്ച് 40% CPU പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിവൈസ് പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഓരോ കസ്റ്റമേഴ്സിനെയും സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനോടൊപ്പം തന്നെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള നെറ്റ്വർക്ക് റിസപ്ഷന് വേണ്ടി ഡ്യുവൽ സിം ഡ്യുവൽ മോഡ് 5G കൂടി ഈ ഒരു ഡിവൈസിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 12ഓളം 5G ബാൻഡുകളാണ് ഈ ഒരു ഡിവൈസിൽ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാണ്ട് ലോങ് ടൈം യൂസ് ചെയ്യുന്ന ടൈമിൽ ഫ്ലുവൻസി ഉറപ്പുവരുത്താൻ വേണ്ടി ഈ ഒരു ഡിവൈസിൽ 36 മന്ത് TUV റെയിലാൻഡ് ഫ്ലുവൻസി റേറ്റിംഗ് കൂടി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 6% ഫ്ലുവൻസി ഈ ഒരു ഡിവൈസിൽ ഇംപ്രൂവ് ചെയ്തിരിക്കുന്നത്. സോ അടുത്തായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത് Reno8 5Gയിൽ യൂസ് ചെയ്തിരിക്കുന്ന ചാർജിംഗ് ടെക്നോളജിയെ പറ്റിയാണ്. Find X5 Proയിലും Reno8 Proയിലും യൂസ് ചെയ്തിരിക്കുന്ന സെയിം 80 വാട്ടിന്റെ SUPERVOOC ചാർജിംഗ് ടെക്നോളജിയാണ് ഇതിലും OPPO യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് 4500 mAhന്റെ ബിഗർ ബാറ്ററിയാണ്. 0 to 100% ചാർജ് ചെയ്യാൻ 80 വാട്ടിന്റെ ചാർജർ ഉപയോഗിച്ച് വെറും 35 മിനിറ്റ്സ് മാത്രമേ എടുക്കുള്ളൂ. അതുപോലെ തന്നെ 5 മിനിറ്റ്സ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 2 അവേഴ്സ് ഗെയിമിംഗ് ടൈമും നമുക്ക് ഈ ഒരു ചാർജറിന്റെ സപ്പോർട്ടോടുകൂടി ലഭിക്കുന്നു. അതിനോടൊപ്പം തന്നെ നോർമൽ ഫോൺസിൽ ഉണ്ടാവുന്ന 800 എന്ന് പറയുന്ന ചാർജിംഗ് സൈക്കിളിനെ അപേക്ഷിച്ച് 1600 ചാർജിംഗ് സൈക്കിൾ അഥവാ 4 വർഷം വരെ ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു ബാറ്ററിയാണ് Reno8 5Gയിൽ OPPO യൂസ് ചെയ്തിരിക്കുന്നത്. പെർഫോമൻസ് പാർട്ട് എൻഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിന്റെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറിന്റെ സ്പീഡ്, അതായത് 0.2 സെക്കൻഡ്സിൽ അൺലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് ഇതിൽ OPPO യൂസ് ചെയ്തിരിക്കുന്നത്. Reno8 5Gയിലും ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള സോണി IMX 766ഉം 709ഉം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. റെയറിലാണെന്നുണ്ടെങ്കിൽ 50 മെഗാ പിക്സലിന്റെ സോണി IMX 766 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലെൻസിന്റെ പ്രത്യേകത ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 1/1.56ന്റെ ഒരു ഹ്യൂജ് സെൻസർ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 32 മെഗാ പിക്സലിന്റെ സോണി IMX 709 സെൻസർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സെൻസർ ആണ് വേൾഡ് ഫസ്റ്റ് RGBW സെൻസർ. റെഡ്, ഗ്രീൻ, ബ്ലൂവിനോടൊപ്പം തന്നെ വൈറ്റ് കളറോടെ നൽകിയിരിക്കുന്നതുകൊണ്ട് തന്നെ 60% ലൈറ്റ് ഇൻടേക്കും 35% നോയിസ് റിഡക്ഷനുമായിരിക്കും ഈ ഒരു സെൻസറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഏതൊരു ആംഗിളിൽ നിന്നും ഏതൊരു സിറ്റുവേഷൻസിലും ബെറ്റർ ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യാൻ ഈ രണ്ട് ലെൻസിലൂടെയും നമുക്ക് സാധിക്കുന്നുണ്ട്. സോ എല്ലായ്പ്പോഴത്തെയും പോലെ തന്നെ ഏറ്റവും മികച്ച ഒരു ക്യാമറ എക്സ്പീരിയൻസ് നൽകാൻ സാധിക്കുന്ന ഒരു Reno സീരീസ് സ്മാർട്ട് ഫോൺ തന്നെയാണ് Reno8 5G. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്നെ അട്രാക്ട് ചെയ്ത മറ്റൊരു ഘടകമാണ് ഇതിന്റെ ഹാർഡ്വെയർ പ്ലസ് സോഫ്റ്റ്വെയർ കോമ്പിനേഷൻ. ഇതിൽ വന്നിരിക്കുന്നത് ColorOSന്റെ 12.1 ബേസ്ഡ് ഓൺ Android 12 ആണ്. ഏറ്റവും ബെറ്റർ ആയിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്ന ColorOS 12.1ന്റെ ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് ഒമോജീസ്, രണ്ടാമത്തേതാണ് മൾട്ടി കണക്ട്, മൂന്നാമത്തേതാണ് എയർ ജസ്റ്റേഴ്സ്. ഏറ്റവും കൺവീനിയന്റ് ആയിട്ടും ഏറ്റവും സെക്യൂർ ആയിട്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഫ്യൂച്ചറിസ്റ്റിക് ഫീച്ചേഴ്സ് ഈ ഒരു ഡിവൈസിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിവൈസിന്റെ ഹാർഡ്വെയർ പ്ലസ് സോഫ്റ്റ്വെയർ കോമ്പിനേഷൻ ഓൺ ദ ഫ്ലൂയിഡ് സൈഡ് ആയിരിക്കും. അവസാനമായി Reno8 സീരീസിന്റെ കുറച്ച് അട്രാക്റ്റീവ് ആൻഡ് അമേസിംഗ് ഫീച്ചേഴ്സിനെ പറ്റി പറഞ്ഞ് സമ്മറൈസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. OPPO Reno8 Proയിലുള്ള Streamlined Unibody Design with slimmest Reno ever, Mari Silicon X Imaging Neural Processing Unit, 4K Ultra Night Video, Dimensity 8100 Max Processor, 80-watt SUPERVOOC charger with 4-year extra durable battery, 120Hz refresh rate. അതുപോലെ തന്നെ Reno8ലെ Streamlined Unibody Design with Shimmer Gold and Shimmer Black, 80-watt SUPERVOOC with extra durable battery, 6 nanometer Dimensity 1300, 0.2 seconds fast fingerprint unlock, 36-month TUV SUD certification rating A, Omoji air gesture and multi-screen connect, dual flagship sensors. So that's all from our side. Hope you all enjoyed the video. ഈ ഒരു പവർ പാക്ഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ അടുത്തൊരു Reno സീരീസ് പ്രോഡക്റ്റുമായി ഏറ്റവും അടുത്ത് തന്നെ കണ്ടുമുട്ടാം. ടിൽ ദെൻ സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.